ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇനി ഞാനൊരു പ്രോഗ്രാമിന് പോകാൻ റെഡി ആവാനൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മോയ്സ്ചറൈസ് അപ്ലൈ ചെയ്യണത് ഫേസിൽ. നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. മസ്റ്റാണ് മേക്കപ്പിൽ ഏറ്റവും മസ്റ്റായിട്ടുള്ള സ്റ്റെപ്പാണ്. 2 മിനിറ്റ് നമ്മളെ ഫേസിലേക്ക് അബ്സോർബ് ആവാൻ വെക്കാട്ടോ. ഫേസിലൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്കത് ലിപ് ബാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നമുക്ക് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. അടുത്ത് നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. ഈ പമ്മിൻ്റെ സൺസ്ക്രീൻ ആട്ടോ അപ്ലൈ ചെയ്യണേ. ഞാൻ 2 ഫിംഗർ റൂളിലൊന്നല്ല ഞാൻ അപ്ലൈ ചെയ്യാറ്. എനിക്ക് തോന്നുന്ന പോലെയൊക്കെ ഒരു അപ്ലൈ ചെയ്യും. ഇതിൻ്റെ മുകളിൽ കുറേ മേക്കപ്പ് വരാൻ കുറച്ച് മേക്കപ്പ് അധികമൊന്നും മേക്കപ്പ് ഇല്ല. ഇത് അപ്ലൈ ചെയ്യുമ്പോഴേ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും. 2-3 സെക്കൻഡ് ഇത് അബ്സോർബ് ആയിട്ട് നമുക്ക് അടുത്ത അപ്ലൈ ചെയ്യാം. അടുത്ത പ്രൊഡക്റ്റ് ഞാനിനി അപ്ലൈ ചെയ്യുന്നത് 3-in-1 ആയിട്ടുള്ള NYBൻ്റെ ഹൈലൈറ്റർ മോയ്സ്ചറൈസർ പ്രൈമർ വന്നിട്ടില്ലേ, ഈ ക്രീമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. കണ്ടു, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ ഫേസിൽ ഇൻസ്റ്റൻ്റായിട്ടൊരു ഗ്ലോ കിട്ടുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് കയ്യും കൊണ്ട് അപ്ലൈ ചെയ്യാനാണ് കംഫർട്ട്. പിന്നെ ഞാൻ സ്പഞ്ചൊക്കെ വെച്ച് അപ്ലൈ ചെയ്യുന്നത് ഫൗണ്ടേഷൻ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു പ്രൊഡക്റ്റ് യൂസ് ആക്കിയപ്പോൾ എനിക്ക് നല്ല ഗ്ലോ വന്ന പോലെ ഫീൽ ചെയ്യുന്നത്. കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ കുറച്ച് എൻ്റെ ഓയിലി ആവണ കോമ്പിനേഷൻ, കുറച്ച് ഓയിൽ കണ്ടൻറ്റ് കൂടുതലാണ് എൻ്റെ ഫേസിൽ. കുറച്ച് ഒരു ഓയിലി ആയിട്ട് വരുന്ന സ്കിന്ന്. അപ്പോൾ ഞാൻ പൗഡർ ഫിക്സ് ചെയ്യാണ്. അപ്പോൾ പൗഡർ ഫിക്സിന് ഇത് ഫേസസ് കാനഡേൻ്റെ ഒരു കോമ്പാക്റ്റാണ്. അപ്പോൾ നമുക്ക് പൗഡർ ഫിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അപ്ലൈ ചെയ്യണ എല്ലാ സാധനങ്ങളും നമ്മൾ കഴുത്തിലും അപ്ലൈ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ കഴുത്ത് വേറെ കളറായിട്ടിരിക്കും. ഒരു മിനിമൽ ലുക്കാണ് ഞാൻ നോക്കുന്നത്. ഒരു മിനിമലായിട്ടൊരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ യൂസ് ആക്കുന്നത് ഈ പോൺസിൻ്റെ BB ക്രീം. ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. എൻ്റെ ഉണ്ടെങ്കിൽ നമ്മളെ മേക്കപ്പ് നല്ലതായിട്ട് വരിക. ഫേസിലേക്ക് അബ്സോർബ് ആയി പോകും. ഓക്കെ, എന്നിട്ട് നേരത്തെ എടുത്തത് ഇത് ഫേസസ് കാനഡേൻ്റെ കോമ്പാക്റ്റ് പൗഡർ എടുക്കുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. മേക്കപ്പ് സെറ്റ് ആണെങ്കിൽ നമ്മൾ കോമ്പാക്റ്റ് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഐ ഷാഡോ ഒക്കെ ഇടാനൊക്കെ വിചാരിച്ചാണ് വന്നത്, പക്ഷേ എൻ്റെ ഐ ഷാഡോ പാലറ്റ് ഇവിടെ ഇല്ല. കുഴപ്പമില്ല, നമുക്ക് വല്ല ലിപ്സ്റ്റിക്കും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ ഐബ്രോ എടുത്തിട്ടില്ല. ഐബ്രോ ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല, കുറേ ആയി ത്രെഡ് ചെയ്തിട്ട്. പെൻസിലായിട്ട് ഞാൻ എടുക്കുന്നത് ഹുദ ബ്യൂട്ടീൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ് എടുക്കുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ കൊഴിഞ്ഞിട്ട് ഐബ്രോ കണ്ടോ, കൊഴിഞ്ഞിട്ട്. ഇത് ലാക്മീൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്, ന്യൂഡ് 08 ന്യൂഡ് ഡ്രീം പറഞ്ഞിട്ടൊരു ലാക്മീൻ്റെ ഒരു ഓവറായോ, കുറച്ച് കൂടിയോ ഓവറായിട്ട്. ഇനി ഇതിൻ്റെ മേളിൽ ഈ ഐയിലൊന്ന് ഷിമ്മറി ആവാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ആക്കുന്നത് ഹൈലൈറ്റിങ് ക്രീമാണിത്. ഇതെടുത്ത് ഞാൻ ജസ്റ്റ് എന്നിട്ട് ഇതാക്കി കൊടുക്കണുള്ളൂ, സ്പഞ്ച് ചെയ്ത് കൊടുക്കണുള്ളൂ. നല്ലതാ. ഞാൻ യൂസ് ചെയ്യുന്ന ഐലൈനർ ഇത് ഇൻസൈറ്റിൻ്റെ ഐലൈനറാണ് കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മൾ എടുക്കുന്നത് മാഴ്സിൻ്റെ ഒരു ഐ ജെല്ലാണ്. ഐ ജെല്ലിൽ നമ്മൾ ഡിപ്പ് ചെയ്യാം.
ഇതിലും അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. ഇത് ഡാസിലറിൻ്റെ ഒരു മസ്കാര കേട്ടോ ഞാൻ യൂസ് ആക്കാൻ. ബ്ലഷ് ഇത് ജസ്റ്റ് ഹെർബ്സ് പറയുന്ന ബ്രാൻഡിൻ്റെ ബ്ലഷാണ്. പക്ഷെ നമുക്ക് ന്യൂസിലോട്ട് കൊടുക്കാം. ഇൻസൈറ്റിൻ്റെ ഈ ഇലുമിനേറ്റർ ആയിട്ട് കൊടുക്കണം. ഇവിടെ ന്യൂസിൻ്റെ നമുക്ക് നോക്കാം. ലിപ്പിലുണ്ടായിരുന്ന ലിപ് ബാം നമുക്ക് വൈപ്പ് ചെയ്യാം. സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു ലിപ് ലൈനറാണ്. ഇതുകൊണ്ട് നമുക്ക് ലിപ് ലൈൻ ചെയ്ത് നോക്കാം. കൈ കൊണ്ടൊന്ന് സ്മച്ച് ചെയ്തെടുക്കാം. ഇൻസൈറ്റിൻ്റെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് A10 ആണ്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ പൊട്ട് ഞാൻ വെറുതെ വെച്ച് നോക്കിയതാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രസമുണ്ട്. ഞാനിവിടെ ഇൻസൈറ്റിൻ്റെ ഒരു മേക്കപ്പ് ഫിക്സറാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഹെയർ ഞാൻ വിചാരിക്കുന്നത് അഴിച്ചിടാനാണ്. നമുക്കിനി കമ്മലിട്ട് കേട്ടോ. ഞാൻ കമ്മലിട്ട് റെഡി ആയിട്ട് വരാം. ഹലോ ഗൈസ്, അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഞാൻ പോകാൻ റെഡി ആയിട്ടിരിക്കും. ഇതാണ് ഇയറിങ്സ് സെലക്ട് ചെയ്തത് കേട്ടോ. കോൺട്രാസ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ച് ഗ്രീനാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.